സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. പിന്നിട്ട ജീവിതപാതയെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് മനുഷ്യജീവിതത്തിലും കുടുംബ വ്യവസ്ഥിതിയിലും സമൂഹത്തിൽ ഒന്നാകെയും വരേണ്ട പരിണാമങ്ങളെപ്പറ്റി വിപ്ലവാത്മകമായ കാഴ്ചപ്പാടുകൾ മലയാളികൾക്ക് പകർന്നു നൽകിയ എഴുത്തുകാരനായിരുന്നു ചെറുകാട്. 1914 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് പുലാമന്തോളിൽ ജനിച്ച ഗോവിന്ദ പിഷാരടി തൂലിക കൊണ്ട് വായനക്കാരിൽ അഗ്നി ജ്വലിപ്പിച്ച ചെറുകാട് എന്ന സാഹിത്യകാരനായി മാറിയത് കേരളം അന്ന് കടന്നുപോയ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെ തന്റെ രചനകളിൽ സന്നിവേശിപ്പിച്ചതിനാലാണ്. മുത്തശ്ശി, മണ്ണിന്റെ മാറിൽ, ശനിദശ, ദേവലോകം തുടങ്ങിയ നോവലുകളും നമ്മളൊന്ന്, സ്നേഹബന്ധങ്ങൾ, വിശുദ്ധ നുണ, ഒടുക്കത്തെ ഓണം തുടങ്ങിയ നാടകങ്ങളും ഒട്ടേറെ ചെറുകഥകളും കവിതകളും ബാലസാഹിത്യ കൃതികളും അദ്ദേഹം രചിച്ചു. 1974 പുറത്തിറങ്ങിയ ജീവിതപാതയെന്ന ആത്മകഥ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾക്ക് അർഹമായ ക്ലാസിക് രചനകളിലൊന്നാണ്. സസ്നേഹത്തിൽ ചെറുകാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു ദേശാഭിമാനി വാരിക പത്രാധിപരായ മകൻ ഡോക്ടർ കെ.പി. മോഹനൻ. ഓരോ മനുഷ്യന്റെയും ചിന്തകളെ അതുപോലെ കാഴ്ചപ്പാടിനെയൊക്കെ സ്വാധീനിക്കുന്നത് പൊതുവെ ജനിച്ചു വളർന്നൊരു ജീവിത പരിസരമാണ്. ചെറുകാട് ജനിക്കുന്നത് ഒരുപാട് ജാതീയമായ അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്നൊരു സമൂഹത്തിൽ താരതമ്യേന മെച്ചപ്പെട്ടത് എന്ന് നമുക്ക് ഇന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു സാമൂഹിക ചുറ്റുപാടിലാണ്. അങ്ങനെയുള്ള ചെറുകാട് എങ്ങനെയാണ് പിന്നീട് വിപ്ലവ പ്രസ്ഥാനത്തോട് ആകർഷിക്കപ്പെടുന്നതും ജനിച്ച ചുറ്റുപാടിൽ നിന്നും കുറച്ച് വേറിട്ട ചിന്തകളുമായി വരുന്നൊരു മനുഷ്യനാകുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇത് ചെറുകാടിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ജീവിച്ച മുഴുവൻ എഴുത്തുകാർ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ള മിക്കവാറും എല്ലാവരും അത്തരത്തിൽ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് വളരെ പുരോഗാമിയായിട്ടുള്ള ചില ജീവിത വീക്ഷണങ്ങളിലേക്ക് സ്വയം എടുത്തെറിയപ്പെട്ടവരാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. അവർ എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലഘട്ടം കൂടി അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1914 എൻ്റെ അച്ഛൻ ചെറുകാട് ജനിക്കുന്നത്. കേരളത്തിൻ്റെ ഈ ഭാഗത്ത്, അതായത് പഴയ വള്ളുവനാട്, ഏറനാട് പ്രദേശങ്ങളിൽ വളർന്നിട്ടുള്ള മനുഷ്യർ, വീട്ടി ഭട്ടതിരിപ്പാട്, എടശ്ശേരി ഗോവിന്ദൻ നായർ, അങ്ങനെ ഒരു വലിയ വൃന്ദം ആ കാലത്തുണ്ടായിരുന്നു. എഴുത്തുകാരാണ് അവർ. കേവലം എഴുത്തുകാർ മാത്രമല്ല, അവർ സാമൂഹ്യ പരിഷ്കർത്താക്കളും കൂടിയായിരുന്നു. ചിലപ്പോൾ അവരുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നുള്ള അവരുടെ റോൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയാകാം ഒരു പക്ഷേ അവർ എഴുത്തിലേക്ക് വന്നത്. അതെ, അവർ കേവലം എഴുതാൻ വേണ്ടി വന്നവരല്ല, എഴുത്തിനെ ഒരു മീഡിയമായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ചെറുകാടിൻ്റെ തന്നെ ആദ്യകാല നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നു പോലെയുള്ള നാടകങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ജനകീയ രംഗങ്ങളിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ അവരോട് എഴുത്തുകൊണ്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയാവില്ല. അവർക്കത് നേരിട്ട് സംവേദനക്ഷമമായിട്ടുള്ളൊരു മീഡിയം അവർക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് ഒരു പക്ഷേ നാടകങ്ങളിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ട് എഴുതി തുടങ്ങുന്നത് നാടകമായിരുന്നോ? അച്ഛൻ്റെ എഴുത്തുകളിൽ ആദ്യം നാടകമല്ല, കവിതകളാണ് വരുന്നത്. അതെ, ചങ്ങമ്പുഴയുടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് ആ രീതിയിലുള്ള കവിതകൾ. ചങ്ങമ്പുഴ തന്നെ അച്ഛൻ്റെ കവിതയ്ക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്തപ്പുരം, തിരമാല തുടങ്ങിയിട്ടുള്ള ആദ്യകാലത്ത് മംഗളോദയാണ് അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. അന്ന് ചങ്ങമ്പുഴ മംഗളോദയത്തിലുണ്ടായിരുന്നു. അപ്പം മുണ്ടശ്ശേരി മാഷുണ്ട്, അവരൊക്കെ കൂടി തൃശ്ശൂരിലൊരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്താണ് അച്ഛൻ്റെ പല കവിതകളും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ കവിതകൾ ചങ്ങമ്പുഴയുടെ പോലും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള കവിതകളായിരുന്നു. മറുഭാഗത്ത് കുറച്ചുകൂടി ഹാസ്യാത്മകമായിട്ടുള്ള കവിതകളും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു പേരിലായിരുന്നു. അതെ, അതായത് ആ പേര് കൊടുക്കുന്നത് തന്നെ സഞ്ജയനാണ്. കോഴിക്കോട്ട് നിന്ന് സഞ്ജയൻ മാസിക പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ സഞ്ജയനുമായിട്ടുള്ള ബന്ധപ്പെടാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ഞങ്ങളുടെ പുലാമന്തോൾക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ സഞ്ജയൻ്റെ വളരെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആരാണ്? മാധവജി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. കുതിരമ്പള്ളിയാലിൽ മാധവൻ നായർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. സഞ്ജയൻ ആഫീസിൽ ഈ മാധവജി ഒരു സ്ഥിരം, സഞ്ജയൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം. സഞ്ജയനോട് അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കവിതകളൊന്നും ആരും പ്രസിദ്ധീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള ദുഃഖം പറയുമ്പോൾ സഞ്ജയൻ്റെ ഒരു കത്ത് വരികയാണ്. അതായത് സഞ്ജയൻ അതിൽ എഴുതി, സഞ്ജയൻ പേര് മാറ്റുന്നു, ചെറുകാട് എന്നുള്ള പേര് വേണ്ടടോ, മലങ്കാടൻ എന്നാക്കുക എന്ന് പറയാം. എന്നിട്ട് ആ പേരിൽ എഴുതുകയാണ്, മലങ്കാട മഹാബാഹോ സംബോധന പിടിച്ചുവോ,
ഞാൻ നോക്കാം താങ്കളെ, താങ്കൾ അരുതെന്നരുളും വരെ എന്നാണ് സഞ്ജയൻ്റെ കത്ത്. വേണ്ടാന്ന് പറയുവോളം ഞാൻ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറയണം. അപ്പോൾ സഞ്ജയൻ്റെ തമാശ മുഴുവൻ ആ ഒരു വരിയിലുണ്ട്. അങ്ങനെയാണ് ആദ്യകാലത്ത് കവിതകളാണ് എഴുതി തുടങ്ങിയത്. പിന്നീടാണ് പൊളിറ്റിക്കൽ കമ്പൾഷൻസ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടല്ലോ. അതായത് കേരളത്തിലെ കൃഷിഭൂമി കൃഷിക്കാരനെന്നുള്ള മുദ്രാവാക്യം മുഴങ്ങുകയാണ്. അപ്പോൾ കൃഷിഭൂമി കൃഷിക്കാരന് എന്നുള്ള മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൃഷിക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ആദ്യത്തെ നാടകമാണ് നമ്മളൊന്ന് എന്ന് പറയുന്നതാണ്. ഒരു ഭാഗത്ത് പാട്ടുബാക്കിയുണ്ട്, മറുഭാഗത്ത് നമ്മളൊന്നുണ്ട്. തിരുവിതാംകൂറിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുണ്ട്. ഈ 3 നാടകങ്ങളും ഏതാണ്ട് സമാന്തരമായിട്ട് രൂപം കൊള്ളുന്ന നാടകങ്ങളാണ്. അദ്ദേഹം ജനിച്ച ആ ഒരു സമയത്തുള്ള കേരളത്തിൻ്റെ ഒരു ചുറ്റുപാട് പറഞ്ഞല്ലോ. അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളൊക്കെ കൂടുതലായിട്ട് നിലനിന്നിരുന്ന ആ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ മുൻപ് തന്നെ അത്തരം വിഷയങ്ങളോടുള്ള കേരളത്തിൻ്റെ ഒരു നിലപാട് പല നവോത്ഥാന നായകരിലൂടെയും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഇവരൊക്കെ ഒരുക്കിയ ഒരു നില അതിന് മുൻപ് തന്നെ ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് ചെറുകാടിനെ പോലെയുള്ള ആളുകൾ അതായത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പേര് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ. ചെറുകാടിൻ്റെ ജീവിതപാതയുടെ ഒരു ഭാഗത്ത് ആശാൻ്റെ കവിതകൾ തൻ്റെ വളർച്ചയിൽ എങ്ങനെ ഒരു ഇടം നേടി എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. തൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഈഴവനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, അത് അന്ന് ആശാൻ നാരായണ ഗുരു എന്നൊക്കെ പറഞ്ഞാൽ ഈഴവരുടെ മാത്രം സ്വത്ത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണല്ലോ. അദ്ദേഹത്തിന് ഒരു പുസ്തകം വായിക്കാൻ കൊടുക്കുകയാണ്. ചെറുകാടിനൊരു പുസ്തകം വായിക്കാൻ കൊടുക്കുന്നു. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്ന പുസ്തകം കൊടുക്കുന്നു. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന പുസ്തകം വായിച്ചതോടുകൂടി തൻ്റെ മനോഭാവങ്ങളിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ജീവിതപാതയിൽ ചെറുകാട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ ഇത് കുറേ കാണുന്നുണ്ടാവുമല്ലോ. കാരണം ജാതീയമായിട്ടൊരല്പം ഉയർന്ന ശ്രേണിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നമ്പൂതിരിമാരുടെ തൊട്ട് താഴെ അമ്പലവാസികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വാരിയർ, പിഷാരടി തുടങ്ങിയിട്ടുള്ള ജാതികളുണ്ടല്ലോ. ആ ജാതികളിൽ പിഷാരടി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ചെറുകാട് ജനിക്കുന്നത്. ഗോവിന്ദ പിഷാരടി എന്നാണല്ലോ മുഴുവൻ പേര് വരുന്നത്. ജാതീയമായിട്ട് തങ്ങൾ വളരെ ഉയർന്ന നിലവാരത്തിലാണെങ്കിൽ പോലും ജീവിതപാതയിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ 2nd ക്ലാസ്സിൽ പരീക്ഷ പാസ്സാകുന്ന ഒരാളുടെ അവസ്ഥയാണ് ഈ അമ്പലവാസികളുടേതെന്ന് പറയുന്നുണ്ട്. അതായത് 1st ക്ലാസ്സുകാരന് തീർച്ചയായിട്ടും കിട്ടും, 3rd ക്ലാസ്സുകാരന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. നമ്പൂതിരിക്ക് എവിടെയും സ്ഥാനമുണ്ട്, താഴെക്കടയിൽപ്പെട്ട ജാതിക്കാർക്ക് സ്ഥാനം ഇല്ല എന്നുള്ളതും തീർച്ചയാണ്. പക്ഷേ ഇവരുടെ കാര്യമാണ് സന്ദിഗ്ധാവസ്ഥയിൽ കിടക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ജാതീയമായിട്ട് തങ്ങൾ വളരെ ഉയർന്ന നിലവാരത്തിലാണെങ്കിൽ പോലും ഈ കാലം 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുടെ നടുവിൽ കിടക്കുന്ന കാലമാണ്. ഇവർ സമ്പന്നതയിലെ നടുവിലാണ് ജനിച്ചത്. ധാരാളം പണം ഉണ്ട് എങ്കിൽ പോലും കാശ് കയ്യിലില്ലാത്തതിൻ്റെ ദാരിദ്ര്യം അവരനുഭവിക്കുന്നുണ്ട്. അതാണ് അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ തടസ്സം നിൽക്കുന്നത്. അച്ഛൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നത് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് ഏതാണ്ട് ഒരു 20-22 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയാകുന്നത്. അതുവരെ പല സ്കൂളുകളിലും പഠിച്ച് പലപ്പോഴും മുടങ്ങി പിന്നെ വീണ്ടും ചേർന്ന് അങ്ങനെയൊക്കെയാണ് സ്കൂളുകൾ. എവിടെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം? പ്രധാനമായിട്ടും ചെറുകര എന്ന് പറയുന്ന പെരിന്തൽമണ്ണയ്ക്കും പുലാമന്തോളിനും ഇടയ്ക്കുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ആ സ്കൂളിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് EMS അവിടെ വിദ്യാർത്ഥിയായിരുന്നു. EMS അച്ഛനേക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ളതാണ്. ഒരുപക്ഷെ അവരിലൂടെയൊക്കെ ആയിരിക്കണം ഈ ഇതിലേക്കുള്ള രാഷ്ട്രീയത്തിലേക്കുള്ള പരിവർത്തനം എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് ദേശീയ സമരത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പുലാമന്തോളിൽ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു. കോൺഗ്രസ് പ്രസ്ഥാനം ദേശീയ സമരത്തിൻ്റേതായിട്ടുള്ള സന്ദേശം പുലാമന്തോളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ കൂടെ ചേരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ 1936-37 കാലഘട്ടം ആയപ്പോഴത്തേക്ക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നു. ഇതേ സമയത്ത് അദ്ദേഹം ഗാന്ധിജിയെ സന്ദർശിക്കാൻ പോയ ഒരു കാര്യം, സന്ദർശിക്കാൻ പോയ കാര്യമല്ല, ഗാന്ധിജിയെ കാണാൻ പോയ പട്ടാമ്പിയിൽ കാണാൻ പോകുന്നൊരു കാര്യം. ഗാന്ധിജി തന്നെ അത്രയൊന്നും സ്വാധീനിച്ചില്ല എന്നാണ് ജീവിതപാതയിൽ എഴുതി വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അന്ന് എനിക്കൊന്നും ആ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ തിരിഞ്ഞ് നിന്ന് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ മനുഷ്യൻ ഗാന്ധിജിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഓസ്റ്ററിറ്റി നമ്മൾ പറയില്ലേ, ജീവിതത്തിലെ ലാളിത്യം എന്ന് നമ്മൾ പറയില്ലേ, എങ്ങനെ ജീവിക്കണം എന്നുള്ള. ഇപ്പോൾ ഗാന്ധിജിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യമുണ്ടല്ലോ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് സ്വന്തം ജീവിതമാണ് സ്വന്തം സന്ദേശം എന്ന് പറയത്തക്ക ആർജവത്തോടു കൂടിയുള്ളൊരു ജീവിതം. അത് ആ ഒരു ജീവിത മാതൃകകളാണ് ഒരു പക്ഷേ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ടാകുക. ഇപ്പോൾ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അച്ഛനെ ഇവിടെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളോടൊക്കെ ഏത് കാലത്തും പറഞ്ഞു പോന്നിട്ടുള്ളത് ആഡംബരങ്ങളിലേക്ക് പോകരുത്, അവനവൻ്റെ വീട്ടിലും ചുറ്റുപാടുകളിലും ഇല്ലാത്ത ആഡംബരങ്ങളിലേക്ക് പോകരുതെന്ന്. അത് ശീലിക്കാനൊരു ഒരുവിധം ഞങ്ങളൊക്കെ ശ്രമിച്ചു പോന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ. ഒരു നേതാവ് എന്ന രീതിയിൽ ഗാന്ധിജി ആയിരിക്കാം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള വ്യക്തി എന്നതിലപ്പുറം ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ.
ആശാന്റെ കവിതകൾ വലിയ രീതിയിൽ സ്വാധീനിച്ചതായിട്ട് പറഞ്ഞു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്ത് ആശാന്റേത് തന്നെയാണോ? അതോടൊപ്പം അദ്ദേഹം തന്നെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകങ്ങളിൽ ഒന്ന് എന്ന്. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? തീർച്ചയായും പാവങ്ങളുടെ തർജ്ജമ മലയാളത്തിലൊരു വലിയ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് പാവങ്ങളുടെ തർജ്ജമ. നാലാപ്പാട്ട് നാരായണമേനോന്റെ തർജ്ജമ വരുന്നത്. ഈ പാവങ്ങളുടെ തർജ്ജമ തന്നെ സ്വാധീനിച്ചത് എങ്ങനെയെന്നുള്ളത് ജീവിതപാതയിൽ പറയുന്നുണ്ട്. ഒരു രാത്രി തൻ്റെ ഒരു ബന്ധുവായ ഒരു മനുഷ്യൻ ഇത് വായിക്കണം എന്ന് നിർബന്ധിച്ച് അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്, അവിടെ ഒരു രാത്രി താമസിക്കുന്ന 3 രാത്രികളിൽ ഈ പാവങ്ങളുടെ മുഴുവൻ 2 വോള്യങ്ങളും വായിച്ചു തീർക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തുകൊണ്ട് പാവങ്ങൾ എന്നുള്ള ചോദ്യം, പാവങ്ങൾ ചെറുകാടിനെ മാത്രമല്ല സ്വാധീനിച്ചത്, പൊന്നാനി കളരിയിലെ എല്ലാ എഴുത്തുകാരെയും, കടശ്ശേരി ആയാലും വീട്ടി ഭട്ടതിരിപ്പാടായാലും ഉറൂബായാലും അവരൊക്കെ സ്വാധീനിച്ച പുസ്തകം നാലാപ്പാട്ട് നാരായണമേനോന്റെ പാവങ്ങളാണ്. അത് മലയാളത്തിന്റെ സാഹിത്യ ചരിത്രത്തെ തന്നെ ഒരു വഴിതിരിച്ചുവിട്ട ആ പരിഭാഷ വഴിതിരിച്ചുവിട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു കാലം, ഈ ആൻറ്റി കൊളോണിയൽ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു കാലം, ആൻറ്റി ഫാസിസ്റ്റ് പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു കാലം, അത്തരം ഒരു കാലത്ത് എല്ലാത്തിനും കേന്ദ്രബിന്ദുവായിട്ട് നിൽക്കുന്ന മനുഷ്യൻ എന്നുള്ള സങ്കല്പം, ഈ മനുഷ്യൻ കേന്ദ്രബിന്ദുവായി വരുന്ന ഏറ്റവും വലിയ നോവലാണ് ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. പാവങ്ങൾ ആമുഖത്തിൽ പറയുന്നുണ്ടല്ലോ, എവിടെയെല്ലാം കുട്ടികൾ ആഹാരം കിട്ടാതെ കഷ്ടപ്പെടുന്നുവോ, എവിടെയെല്ലാം സ്ത്രീകൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ശരീരം വിൽക്കേണ്ടി വരുന്നുവോ, അവരുടെ പടിവാതിൽക്കൽ ചെന്ന് നിന്ന് ഈ നോവൽ വിളിച്ചു പറയും, വാതിൽ തുറക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ വന്നിരിക്കുന്നു. അതാണ് പാവങ്ങളുടെ തുടക്കം, ആമുഖവാക്യം അതാണല്ലോ. ഈ ഞാൻ എവിടവിടങ്ങളിൽ നിന്നുള്ള ഈ വാക്യമുണ്ട്. ഈ വാക്യം വാസ്തവത്തിൽ എടശ്ശേരിയുടെ കവിതകളിൽ നമുക്ക് കാണാം. എവിടവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്ത് എറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ ചേർത്ത് വരയ്ക്കുന്നതാണ് ദരിദ്രൻ്റെ ഭൂപടം എന്ന് എടശ്ശേരി എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ എവിടവിടങ്ങളിൽ നിന്നുള്ള വാക്കുപോലും വാസ്തവത്തിൽ പാവങ്ങളിൽ നിന്ന് വരുന്നതാണ്. പാവങ്ങൾ ഇവരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്, സംശയമൊന്നുമില്ല. ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പിന്നീട് കരുത്ത് നേടാനൊരു പക്ഷേ ചെറുകാടിനെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ പുസ്തകം പാവങ്ങൾ തന്നെയായിരിക്കും. ഒരുപക്ഷെ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന പുസ്തകമായിരിക്കും. അതും അതിനോടും തനിക്കുള്ള കടപ്പാട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. വലിയ വായനക്കാരനായിരുന്നില്ല എൻ്റെ അച്ഛൻ, എനിക്ക് തോന്നുന്നു. അച്ഛൻ അധികം വായിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ടാഗോറിനെ ആയിരിക്കും കൂടുതൽ വായിച്ചിട്ടുണ്ടാകുക. ടാഗോറിൻ്റെ ഒരു എന്താ പറയുക, ഒരു മിസ്റ്റിസിസം ഒരുപക്ഷെ അച്ഛനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗീതാഞ്ജലിയൊക്കെ അച്ഛനെ സ്വാധീനിച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. മറിച്ച് വലിയ വായനക്കാരനല്ല. ഞാനിപ്പോൾ വിചാരിക്കുന്നത് വലിയ വായനക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാകില്ലായിരുന്നു എന്നാണ്. വായനക്കാരൻ മാത്രമായിട്ട് അവസാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത രീതികളെ വഴിതിരിച്ചുവിട്ട പുസ്തകങ്ങൾ, നേതാക്കൾ, ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ ഒരു വഴി മാറിയുള്ള നടത്തം അദ്ദേഹത്തിന്റെ കുടുംബത്തിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള കടുത്ത പ്രതികരണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അച്ഛൻ്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നിട്ടുള്ള ജീവിതമാണ്. വലിയ അമ്മാവന്മാരുടെ ലാളനാന്നൊന്നും പറഞ്ഞുകൂടാ. അമ്മാവന്മാർ ഒരു പക്ഷേ ഉഗ്രശാസനന്മാരായിട്ടുള്ള അമ്മാവന്മാരായിരുന്നല്ലോ ആ കാലത്തുണ്ടായിരുന്നത്. അവരുടെ കീഴിൽ വളരെ അച്ചടക്കത്തോടു കൂടി യാഥാസ്ഥിതികമായിട്ട് ചുറ്റുപാടിലാണ് ഒരുപക്ഷെ ബാല്യകാലം കഴിഞ്ഞു പോന്നിട്ടുണ്ടാവുക. വിദ്യാഭ്യാസത്തിലേക്കൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ മരുമക്കൾ പഠിച്ചോളണം, അങ്ങനെ വലുതായിക്കൊള്ളണം എന്നുള്ള യാതൊരു താല്പര്യവും അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള വിദ്യാഭ്യാസം, സംസ്കൃത വിദ്യാഭ്യാസമാണ് കിട്ടിയത്. കുറച്ചു കാലം വൈദ്യം പഠിക്കാൻ പോയി. ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യൻ്റെ മെൻ്റൽ മേക്കപ്പ് അതൊന്നുമല്ല. ചെറുകാടിനെ പോലുള്ള ഒരു എഴുത്തുകാരൻ്റെ മെൻ്റൽ മേക്കപ്പ് അദ്ദേഹം പഠിച്ച സംസ്കൃതത്തിലൂടെയല്ല, അദ്ദേഹം പഠിച്ചിട്ടുള്ള വൈദ്യത്തിലൂടെയല്ല. അത് ഈ മാക്സിം ഗോർക്കി പറയുന്ന പോലെ എൻ്റെ സർവകലാശാലകൾ എന്നുള്ള പുസ്തകത്തിൽ ഗോർക്കി പറയുന്നുണ്ട്, എൻ്റെ സർവകലാശാലകൾ ഈ ലോകം, ഈ സമൂഹം തന്നെയാണെന്ന്. സമൂഹത്തിൻ്റെ ഇതിലൂടെയാണ് ഒരു പക്ഷേ പഠിച്ചു വളർന്നിട്ടുണ്ടാവുക. ഞാൻ വിചാരിക്കുന്നത് ഈ കുടുംബജീവിതത്തിൽ ആദ്യകാലത്ത് കുടുംബജീവിതത്തോട് സമരം ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ആ സമരം, കുടുംബത്തിനകത്തെ സമരം എന്നുള്ളത് ഇന്നൊരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനവും പ്രസക്തമായിട്ടുള്ള ഒരു ആശയമാണ് കുടുംബത്തിനകത്തുള്ള സമരം എന്നുള്ളത്. അത് ഒരുപക്ഷെ ഏറ്റവും നന്നായി നിർവഹിച്ചൊരു മനുഷ്യനായിരുന്നു ചെറുകാടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആ കുടുംബത്തിനകത്തുകൂടെ വളർന്നു വന്ന ഒരു വ്യക്തി എന്നുള്ളത് എനിക്കറിയാം എങ്ങനെ ഒരു കുടുംബം വളരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഈ കുടുംബത്തിനകത്തുള്ള ജനാധിപത്യം എന്ന് പറയുന്നത് മുതിർന്ന കാരണവന്മാരോടുള്ള കാര്യമല്ലേ പറയുന്നത്? അല്ല, കാരണവന്മാരുടെ കാലത്ത് കിട്ടാതെ പോയ ആ ജനാധിപത്യം ഉണ്ടല്ലോ, ആ ജനാധിപത്യം തൻ്റെ കാലഘട്ടത്തിലെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള മോഹമായിരുന്നു. അന്നത്തെ ഒരു മരുമക്കത്തായ തറവാട്ടിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻ്റ്, അമ്മാവനാണ്. അമ്മാവൻ്റെ ഒരു ജനാധിപത്യവും പുലരാത്ത തറവാടുകളാണത്. ആ ജനാധിപത്യം പുലരാത്ത തറവാടുകളിൽ നിന്ന് തനിക്കൊരു കുടുംബം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പരമാവധി ജനാധിപത്യം ഉണ്ടാക്കണം എന്നാണ് ശ്രമിക്കുന്നത്. അതായത് മെയിൽ ചോവനിസം എന്നുള്ള ആ ഒരു ആശയമുണ്ടല്ലോ, പുരുഷ മേധാവിത്വം വരാൻ പാടില്ല.
ഭാര്യയെ തനിക്ക് തൻ്റെ പങ്കാളിയായിട്ട് കാണണം, ജീവിത പങ്കാളിയായിട്ട് കാണണം. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ വിളിച്ചിരുന്നത് സഖാവേ എന്നാണ് വിളിച്ചിരുന്നത്. സഖാവേ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പദം അല്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വിളിക്കുന്നത്, ജീവിത സഖാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഞങ്ങളോടൊക്കെ ഞങ്ങൾ വിവാഹിതരായി ഞങ്ങൾക്കൊരു കുടുംബജീവിതം വന്ന സമയത്ത് നീണ്ട കത്തുകൾ എഴുതുമായിരുന്നു അച്ഛൻ. അന്ന് കത്തുകളൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കോളേജുകളിലേക്ക് അച്ഛൻ്റെ കത്തുകൾ വരും, ഞങ്ങളൊക്കെ ജോലി എടുത്തിരുന്ന കോളേജുകളിലേക്ക് അച്ഛൻ്റെ കത്തുകൾ വരും. അപ്പോൾ അച്ഛൻ്റെ കത്തുകൾ വരും എന്ന് പറഞ്ഞാൽ ഒരു 100-150 കത്തുകൾ ഒന്നിച്ച് കിടക്കുന്ന ഒരു ലെറ്റർ ബോക്സിൽ നിന്ന് അച്ഛൻ്റെ കത്ത് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കാരണം അത്ര മനോഹരമായ കൈപ്പടയാണ് അച്ഛൻ്റെ. വീട്ടിനകത്ത് പുലരേണ്ട ഈ ജനാധിപത്യത്തെക്കുറിച്ച് അതിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം ആ ഒരു മാതൃക സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണിച്ചിട്ടുണ്ട്. ഞങ്ങളോടൊക്കെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു. ചെറുകാട് രചിച്ച നാടകങ്ങളും കഥകളും നോവലുകളും എല്ലാം ആ ഒരു കാലത്ത് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ച കൃതികളായിരുന്നു. തൻ്റെ കൃതികൾ നിർവഹിക്കേണ്ട ധർമ്മം എന്താണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്? എഴുത്തുകാരൻ ആത്യന്തികമായിട്ട് സമൂഹത്തെ പരിഷ്കരിക്കാൻ നിയുക്തനായിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള നിരവധി മാർഗങ്ങളിൽ ഒന്ന് എഴുത്തുമാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെഴുതുമ്പോഴും അതിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു അംശം, ഒരു പ്രതിബദ്ധതയുടെ ആയിട്ടുള്ളൊരു അംശം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ എഴുത്തുകൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. മുത്തശ്ശി പോലെയുള്ള നോവലുകളൊക്കെ എഴുതുമ്പോൾ അധ്യാപകൻ കൂടിയാണല്ലോ അദ്ദേഹം. അപ്പോൾ ആ ഒരു ജീവിതം, ഇതിലെ കഥാപാത്രങ്ങളുടെ അധ്യാപന ജീവിതം, മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടോ? വാസ്തവത്തിൽ മുത്തശ്ശി ഒരു വലിയ ബൃഹത്തായിട്ടുള്ള നോവലാണ്. അത് കേരളത്തിലെ, ഉദാഹരണത്തിന് അതിനകത്ത് കർഷക പ്രസ്ഥാനം എങ്ങനെ കേരളത്തിൽ രൂപം കൊണ്ടു, അധ്യാപക പ്രസ്ഥാനം എങ്ങനെ കേരളത്തിൽ രൂപം കൊണ്ടു, ഗ്രന്ഥശാല പ്രസ്ഥാനം എങ്ങനെ കേരളത്തിൽ രൂപം കൊണ്ടു, ഇങ്ങനെ പല പ്രസ്ഥാനങ്ങൾ അതിൽ ഇഴപിരിഞ്ഞ് പോകുന്നുണ്ട്. വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എഴുത്തുകാരൻ്റെ പങ്കാളിത്തമുള്ള രചനയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കണത് മുത്തശ്ശി എന്ന് പറയുന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം അതിൻ്റെ അച്ഛനല്ല, അമ്മയാണ്. അതിലെ നാണി മിസ്ട്രസ് എന്ന് പറയുന്ന കഥാപാത്രം വാസ്തവത്തിൽ എൻ്റെ അമ്മയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു സ്ത്രീ സമൂഹത്തിൽ 2 ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, പുരുഷൻ അനുഭവിക്കുന്ന ചൂഷണത്തിൻ്റെ ഭാഗം അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. രണ്ടാമത്തേത് പുരുഷനിൽ നിന്നുള്ള ചൂഷണം, നൽകുന്ന ചൂഷണമുണ്ട്. അപ്പോൾ ഈ 2 ചൂഷണങ്ങളും എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൂടി മുത്തശ്ശി എന്ന് പറയുന്ന നോവലിനകത്തുണ്ട്. മുത്തശ്ശി പോലെയുള്ള നോവലുകളിൽ ചെറുകാടല്ല കേന്ദ്രബിന്ദു, ചെറുകാടിൻ്റെ പത്നിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇത്രയും സജീവമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സാമൂഹിക മുന്നേറ്റത്തിനും വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കാൻ കാരണം? അച്ഛനൊരിക്കലും ഒരു കാലം കഴിഞ്ഞതിന് ശേഷം പാർട്ടി പൊളിറ്റിക്സിൽ കൂടുതൽ പങ്കെടുത്തിട്ടില്ല. സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നതിന് പകരം ഈ മാതിരിയുള്ള രംഗങ്ങളിലാണ്, സാംസ്കാരിക രംഗം, സർവീസ് സംഘടനാ രംഗം, അതുപോലുള്ള രംഗങ്ങൾ. അപ്പം മലബാർ ടീച്ചേഴ്സ് യൂണിയൻ, പുരോഗമന സാഹിത്യം, അങ്ങനെയുള്ള രംഗങ്ങളിലേക്കാണ് അച്ഛൻ വഴിമാറിപ്പോയത്. താങ്കളൊരു സാഹിത്യ നിരൂപകൻ കൂടിയാണല്ലോ. അപ്പോൾ അച്ഛൻ്റെ കൃതികളിൽ നാടകങ്ങളായാലും നോവലുകളായാലും ചെറുകഥകളായാലും അതിൽ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രമേയ വൈവിധ്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രമേയ വൈവിധ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പൊളിറ്റിക്കലാണ്. ഇപ്പം നാട്ടിൽ നടക്കുന്ന ദൈനംദിന രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ഈ നോവലുകൾക്കകത്തുണ്ട്. ശനിദശയായാലും മുത്തശ്ശിയായാലും പ്രമാണിയായാലും ഒക്കെ രാഷ്ട്രീയം അതിനകത്തൊരു അവിഭാജ്യ ഘടകമാണ്. പക്ഷേ രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കുന്ന രീതി, അതായത് പൊളിറ്റിക്സ് നേരിട്ട് പൊളിറ്റിക്സ് ആയിട്ട് പറയാം, പക്ഷേ അത് പറയുന്നതിന് പകരം മനുഷ്യബന്ധങ്ങളിലൂടെ രാഷ്ട്രീയം പറയാനുള്ളത്, മനുഷ്യബന്ധങ്ങളിലൂടെ അധികാര ഘടനകളെക്കുറിച്ച് പറയുക എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. പൊളിറ്റിക്കലായിരിക്കുമ്പോഴും അത് പൊളിറ്റിക്കലല്ല, പൊളിറ്റിക്കലായിരിക്കുമ്പോഴും അത് മനുഷ്യസ്പർശിയായിട്ടുള്ള രാഷ്ട്രീയമാണ്, നേരിട്ടുള്ള രാഷ്ട്രീയം പറച്ചിലല്ല എന്നുള്ളതാണ് വ്യത്യാസം. പ്രമേയ വൈവിധ്യം പോലെ തന്നെ മറ്റൊരു കാര്യമാണ് അദ്ദേഹം എഴുതിയത്. ഒരു സാഹിത്യശാഖയിലെ ഒട്ടുമിക്ക വിഭാഗങ്ങളിലും അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് പറയുന്ന നാടകമോ നോവലോ മാത്രമല്ല, ഏതൊക്കെ സാഹിത്യശാഖകളിൽ അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ അച്ഛൻ കവിതകളിലൂടെയാണ് തുടങ്ങിയത്, പിന്നീട് നാടകങ്ങളിലേക്ക് വന്നു, നോവലുകളിലേക്ക് വന്നു, ചെറുകഥകളിലേക്ക് വന്നു. ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ഒരു പക്ഷേ നോവലുകളായിരിക്കും, നാടകങ്ങളുമായിരിക്കും. ഈ നാടകങ്ങളോ അല്ലെങ്കിൽ മറ്റ് കൃതികളൊക്കെ അത് അവലംബിച്ച് മറ്റ് ആവിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇപ്പം അച്ഛൻ്റെ ഒരു നോവൽ സിനിമയായിട്ടുണ്ട്, മണ്ണിൻ്റെ മാറിൽ സിനിമയായിട്ടുണ്ട്. സിനിമ എന്നുള്ള നിലയ്ക്ക് അത് PA ബക്കറാണ് സിനിമ എടുത്തിട്ടുള്ളത്. അല്ല, MT യുടെ തിരക്കഥ ദേവലോകത്തിനായിരുന്നു. MT തിരക്കഥയും സംവിധാനമായിരുന്നു. ദേവലോകം MT യുടെ തിരക്കഥയിൽ മമ്മൂട്ടിയുടെ ആദ്യത്തെ പടമാണത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പടം റിലീസാവുകയുണ്ടായില്ല.
മണ്ണിൻ്റെ മാറിലാണ് പ്രധാനമായിട്ടും പുറത്തു വന്ന ഒരു നോവൽ സിനിമയായിട്ട് വന്നു എന്ന് പറയുന്നത്. പി.ജെ. ആൻ്റണി നായകനായിട്ടുള്ള ജീവിതപാത സിനിമയാക്കണമെന്ന് MT ആഗ്രഹിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചാർലി ചാപ്ലിൻ്റെ ജീവിതം കഴിഞ്ഞാൽ ഞാൻ വായിച്ച ഏറ്റവും നല്ല ആത്മകഥ എന്ന് MT പറഞ്ഞു വെച്ചിട്ടുള്ളത് ജീവിതപാതയെക്കുറിച്ചാണ്. നിങ്ങൾ എത്ര പേരാണ് മക്കൾ? കുടുംബം എങ്ങനെയാണ്? ഞങ്ങൾ 6 പേരാണ് മക്കൾ. 5 ആൺമക്കളും ഒരു പെൺകുട്ടിയും. എൻ്റെ മൂത്ത ബ്രദർ രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രദർ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഇപ്പം ഞങ്ങൾ 5 പേര് ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും അവിടെ തന്നെയാണ്? പുലാമന്തോൾ പരിസരത്താണ് എല്ലാവരും. ഞാൻ മാത്രമാണ് കുറച്ച് ദൂരെ പോയിരുന്നത്. എൻ്റെ മൂത്ത ഏട്ടനും വളരെ ദൂരെയായിരുന്നു. കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. ഞാനും അതെ പോണ്ടിച്ചേരി ഗവൺമെൻറ്റിൻ്റെ സർവീസിലായിരുന്നു. അത് കാരണം പോണ്ടിച്ചേരി, കാരക്കൽ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണ് ജീവിച്ചത്. ബാക്കിയുള്ളവരെല്ലാം നാട്ടിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. നേരത്തെ കൂടുതൽ കുടുംബത്തിൽ ജനാധിപത്യം കൊണ്ടുവരാൻ ശ്രമിച്ചൊരു അച്ഛനെ കുറിച്ച് പറഞ്ഞു. അച്ഛനെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹത്തോടൊപ്പം ചെലവിട്ട ഒരു സമയത്ത് എങ്ങനെയാണ് ഓർക്കുന്നത്? അച്ഛനോടൊപ്പം ചിലവിട്ട സമയങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കാനുണ്ട്. എനിക്കൊരു മോഹമുണ്ട്, ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ജീവിച്ചതിനെക്കുറിച്ച് എഴുതണമെന്ന് തന്നെ മോഹമുണ്ട്. പക്ഷേ ഞാനൊരു മറ്റൊരു ശൈലിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു വൈകാരികമായ ഭാഷ എനിക്ക് കുറച്ച് അന്യമാണ്. അതുകൊണ്ട് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ കുറേയധികം അച്ഛനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു നല്ല വായനക്കാരായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാഹിത്യത്തോട് എന്തെങ്കിലും താല്പര്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാര്യം അങ്ങനെ ഒരു കുടുംബത്തിൽ ഞങ്ങൾ വളർന്നു എന്നുള്ളതാണ്. തൻ്റെ ആത്മകഥയായ ജീവിതപാതയിൽ ചെറുകാട് ഇങ്ങനെ എഴുതി: എനിക്ക് മുജ്ജന്മമുണ്ടായിരുന്നുവോ? പുനർജന്മമുണ്ടോ? പരലോകത്തിലെ കഥ എന്താണ്? ഒന്നും അറിഞ്ഞുകൂടാ. ഋഷികളും പ്രവാചകന്മാരും മതപണ്ഡിതന്മാരും തത്വജ്ഞാനികളും അവർക്ക് തന്നെ അറിയാത്ത പലതും മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവയൊന്നും വിശ്വസിക്കുന്നില്ല. ഈ ജന്മം സത്യമാണ്. ഇതുള്ള കാലത്തോളം എനിക്കിവിടെ ജീവിക്കണം. ജീവിതത്തെ അതിരറ്റ് സ്നേഹിച്ച, സഹജീവികൾക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാവാൻ കഠിനമായി പ്രയത്നിച്ച ചെറുകാട് 1976 വിടവാങ്ങി. മണ്ണിനെ അറിഞ്ഞ്, മനുഷ്യനെ അറിഞ്ഞ്, പുരോഗമനാശയങ്ങളെ മുറുകെ പിടിച്ച എഴുത്തുകാരനെന്ന് ചെറുകാടിനെ കാലം അടയാളപ്പെടുത്തും. സസ്നേഹത്തിൽ ചെറുകാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് ദേശാഭിമാനി വാരിക പത്രാധിപരായ മകൻ ഡോക്ടർ KP മോഹനൻ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് റാസ.